ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ പ്രചാരണത്തിനുമായി പ്രവർത്തിക്കുന്ന വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് നടത്തുന്ന 4ാമത്തെ മെഗാ ബൈബിൾ ക്വിസാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. നിങ്ങളെല്ലാവരെയും ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാൻ അതിയായ സന്തോഷമുണ്ട്. ചിലരെങ്കിലും നേരത്തെ ഇതിൽ സംബന്ധിച്ചവരാണ്, സമ്മാനം വാങ്ങിയിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാം. മേ ബി ഉള്ള 2 പേരേ ഉള്ളൂ പൊതുവെ. ജിൻസിയാനും ജോർജ് വിയുമാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. റൈറ്റ്. ക്വിസ് കോമ്പറ്റീഷനെ കുറിച്ച് പറയുമ്പോൾ 4 റൗണ്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പഴയ നിയമത്തിലെ ചോദ്യങ്ങളാണ്. 1 ക്വസ്റ്റ്യൻ ഈച്ച്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ അത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്, പുതിയ നിയമത്തിലെ ഓരോ ചോദ്യം. പിന്നീടുള്ളത് ടെസ്റ്റിമണി റൗണ്ടാണ്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യം, ക്രിസ്തീയ സാക്ഷ്യം എന്താണ്, നിങ്ങൾ ക്രിസ്തുവായിട്ടുള്ള അനുഭവം, വാട്ട് എക്സാക്ട്ലി ഇസ് ടെസ്റ്റിമണി, ക്രിസ്തീയ സാക്ഷ്യം. 4ാമത് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ഒരു വേദഭാഗം തരുമ്പോൾ എത്രയും പെട്ടെന്ന് ആരാണ് അത് വായിക്കുന്നത് അത് ഫസ്റ്റ്, അങ്ങനെ അതിന് മാർക്സ് ഉണ്ട്. അങ്ങനെ 4 പ്രത്യേകമായിട്ടുള്ള റൗണ്ട്സാണ് ഈ ഫസ്റ്റ് സ്റ്റേജിൽ. ദിസ് ഇസ് മോസസ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നിന്ന് 2 പേരെ അടുത്ത സ്റ്റേജിലേക്ക് തിരഞ്ഞെടുക്കും. നിങ്ങൾ 2 പേരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് പ്രൈസ് ഇവിടെയുണ്ട്, ബാക്കി എല്ലാവർക്കും കോൺസലേഷൻ പ്രൈസും ഉണ്ട്. ജസ്റ്റ് ടോക്കൺ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത ജോഷുവ സ്റ്റേജാണ്, 2 പേര്. അത് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഓരോ സ്റ്റേജ്, 7 സ്റ്റേജാണ് നമ്മുടെ ടോട്ടലായിട്ട് ഈ കോമ്പറ്റീഷൻ ഈ പ്രാവശ്യം നാം ക്രമീകരിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ പാസ് ചെയ്യാം, പാസ് എന്ന് പറഞ്ഞാൽ മതി. ഉത്തരം ശരിയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും. ആദ്യത്തെ 2 ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടും ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടും. അത് കഴിഞ്ഞ് ഉത്തരം തെറ്റാണ് പറയുന്നതെങ്കിൽ അതിന് -2 മാർക്സ് ആയിരിക്കും. ഒരാൾ പറയുന്നില്ലെങ്കിൽ അടുത്ത ആൾക്കായിരിക്കും അതിൻ്റെ ചാൻസ് ലഭിക്കുന്നത്. ആ ആൾ ശരിയായിട്ട് പറയുകയാണെങ്കിൽ അന്നേരം 1 മാർക്ക് കുറയും, കാരണം 2ാമത്തെ ചാൻസ് ആയിരിക്കുന്നതുകൊണ്ട് 4 മാർക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ആയിട്ടുള്ളൊരു ക്രമീകരണം. മറ്റെല്ലാം പഴയ പോലെ തന്നെ, പഴയ ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഇത് മിസ്സസ് രാജീവ് വർഗീസ് എൻ്റെ പ്രിയ പത്നിയാണ്. ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ലേഡീസ് യൂണിറ്റിൻ്റേതായിട്ടുള്ള കൺവീനറായിട്ട് ചുമതല വഹിക്കുന്നു. എന്നോടൊപ്പം ഈ ആത്മീയ ശുശ്രൂഷയിൽ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 2ാമതുള്ള പ്രിയപ്പെട്ട ഷീവ സക്കറിയ, അതോടൊപ്പം തന്നെ 10 പതിറ്റാണ്ടുകളായിട്ട് എന്നോടൊപ്പം ഈ ശുശ്രൂഷ പ്രവർത്തിക്കുന്നു. ബൈബിൾ ട്രാൻസ്ലേഷൻ ടീമിലെ അംഗം കൂടിയാണ് പ്രിയപ്പെട്ട ഷീവ. അവർ 2മാണ് സ്കോർ കീപ്പേഴ്സ് ആൻഡ് ജഡ്ജസ്. ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, ഓഡിയൻസിന് വേണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ജിൻസി ജോയ്, എവിടുന്ന വരുന്നത്? എൻ്റെ പേര് ജിൻസി ജോയ്. ഞാൻ കൊല്ലം ജില്ലയിലെ പേറ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പം ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത് ബൈബിൾ ക്രൗൺ പ്രതിദിന പ്രശ്നോത്തരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ലിങ്ക് അയച്ചു തന്നത് ഞങ്ങളുടെ പള്ളിയിലുള്ള ഒരു അങ്കിളാണ്. അദ്ദേഹവും ഇവിടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ലെവലിലേക്ക് നന്നായിട്ട് മത്സരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രോപ്പർ കൊട്ടാരക്കരയാണോ? അല്ല, പേറ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അത് ശരി. ഞാൻ സെൻറ് ജോൺസ് മാർത്തോമ ചർച്ച് പേർ. ഓക്കെ. വീട്ടിലെങ്ങനെയാണ്? വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ മാരീഡാണ്. ഞാൻ 2 പേരേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം ബാങ്ക് കോച്ചിങ് ചെയ്യുന്നു. എന്തോ? ബാങ്ക് കോച്ചിങ് ചെയ്യുന്നു. ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, റൈറ്റ്. ദാറ്റ്സ് വെരി ഗുഡ്. നേരത്തെ ഇതുപോലെയുള്ള കോമ്പറ്റീഷൻസ് പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. പള്ളിയിലുള്ള ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്തു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. യെസ് മിസ്റ്റർ ജോർജ്. എൻ്റെ പേര് ജോർജ് വി എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കടന്നു വന്നത്. പലപ്പോഴും ഈ TV പ്രോഗ്രാം കണ്ടിട്ട് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കണമെന്ന് വളരെ ആഗ്രഹം ജീവിതത്തിലുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഞാനൊരിക്കൽ 2 പ്രാവശ്യം ഇസ്രായേലിൽ പോയിട്ടുള്ളതാണ്. എന്നാൽ 3ാമത് പ്രാവശ്യം ഇസ്രായേൽ വന്ന ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്. മാത്രമല്ല, ഇങ്ങനെയുള്ള മെഗാ ക്വിസിൽ നേരത്തെ 1-2 ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തുടർന്ന് ഈ മെഗാ ക്വിസിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളിലൊക്കെയും ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് എനിക്ക് നേരിട്ട് വന്ന് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. വളരെ സ്നേഹസമ്പൂർണ്ണത്തോടുള്ള ഒരു പെരുമാറ്റവും
അതുപോലെയുള്ള ആ കാഴ്ചകളൊക്കെ വളരെ ഭംഗി ഏറിയതും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കരങ്ങൾ വളരെ അധ്വാനമായുള്ള കാര്യങ്ങളാണ്. എങ്കിലും അത് വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ വൈഫ് കൂടെ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. ബേബി. ആ, എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മകളും ഒരു മകനും. 2 പേരും മാരേജറാണ്. മകൾക്ക് 2 മക്കൾ. ഒരാളിപ്പോൾ ബാംഗ്ലൂർ ജോലിയിൽ ഇരിക്കുന്നു. മോൻ CMA പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകന് 2 ആൺപിള്ളേരാണ്. ഒരാൾ +1 ഒരാൾ 7th. ഏത് ചർച്ചിലാണ് പോകുന്നത്? ഞങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. ഏത്? ഇൻഡിപെൻഡൻറ്റ് ചർച്ചായിട്ട് ചർച്ചിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചായിരുന്നു. തൃശ്ശൂർ കാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. ഓക്കെ ഓക്കെ. ഇതുപോലെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല, ഒരു പ്രാവശ്യമാണ് ആകെ പങ്കെടുത്തുള്ളൂ. ഇങ്ങനെയുള്ളതിലല്ല, ഒരു ബൈബിൾ ക്വിസിൽ അങ്ങനെ നേരത്തെ 2 വർഷം മുന്നേ അത് പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. യാ ജിതു പറയൂ. ഹായ്, എൻ്റെ പേര് ജിത്തു ജയൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്തുള്ള മുക്കാൽ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ വർഷത്തെ വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ ബൈബിൾ ക്രൗൺ 2026 എന്ന പ്രോഗ്രാമിലെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഞാനുമുണ്ട്. ഞാൻ ബൈബിൾ ക്വിസ് അതിനകത്ത് അത്യാവശ്യം പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഈ മത്സരത്തിൻ്റെ വരുന്ന സ്റ്റേജുകളിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നത്? മൂന്നാമത്തെ പ്രാവശ്യമാണ്. ചെറിയ പയ്യലായി ആദ്യം ഒന്നാണ്. ഞാനിപ്പോൾ MBBS ചെയ്യാം, സെക്കൻഡ് ഇയർ. MBBS എവിടെയാണ്? ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ്, കാരക്കോണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് ഇയർ ചെയ്യാണ്. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയനും കൂടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ പോകാറുണ്ടായിരുന്നോ? ചെറിയ ആണോ? പള്ളികളിലും. പള്ളിയിലേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും പോയിട്ടില്ല? അപ്പുറം ഇല്ല. അതാണ് എൻ്റെ ഉള്ളൂ. ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും അന്നിവിടെ പങ്കെടുത്ത് 2 പ്രാവശ്യം പങ്കെടുക്കുന്നു പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്, പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒരു ക്വിസ് മാസ്റ്റർ ആയോ? പള്ളിയിലൊക്കെ ക്വിസ് മാസ്റ്റർ ആകും, വെളിയിലും ആകാം, അതിനുള്ള കാര്യമുണ്ട്. യെസ്, താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. അടുത്തത് ജിൻസിയാണ്. എൻ്റെ പേര് ജിൻസി ജേവി എന്നാണ്. ഞാൻ വരുന്നത് നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ആറയൂർ എന്ന സ്ഥലത്താണ്. ബൈബിൾ ക്രൗൺ 26 എന്ന ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിത് 3ാമത്തെ തവണയാണ് ഇവിടെ മത്സരത്തിനായി പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ബൈബിൾ ക്രൗണിൻ്റെ വിന്നറാകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നടക്കുന്ന മത്സരത്തിലും പങ്കെടുത്ത് ഈ എപ്പിസോഡിലും തുടർന്നു വരുന്ന എപ്പിസോഡുകളിലും വിജയിയായി തീരുവാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചു കൊള്ളുന്നു. നമ്മുടെ 2 വർഷം മുമ്പുള്ള ക്വിസ് കോമ്പറ്റീഷൻ്റെ ഗോൾഡ് ക്രൗൺ വിന്നറാണത്. യെസ്, ഇപ്പോൾ ബിൻസിയും വന്നിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ? ഞാൻ PhD കഴിഞ്ഞായിരുന്നു. എന്നിട്ടിപ്പം PhD കഴിഞ്ഞിട്ട് B.Ed പോയിരിക്കും. ഇവിടെ വരുമ്പോൾ PhD ചെയ്തത് കഴിഞ്ഞ 2 തവണയും വരുമ്പോഴും PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വെരി ഗുഡ്. ഓക്കെ. ഇപ്പോൾ ഒരു ഡോക്ടർ ജിൻസി എന്നൊരു പേര് കിട്ടി. അതും ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട്. ഡോക്ടർ ജിൻസിയാണ്. അന്ന് ആദ്യമേ വരുമ്പോൾ പ്ലെയിൻ ജിൻസി ആയിരുന്നു, ഇപ്പം ഡോക്ടറായി. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, എന്തെങ്കിലും പ്രത്യേക ചോദ്യങ്ങളുണ്ടോ? യെസ് ജിൻസി. 2 ജിൻസിമാരുണ്ട്, ഒന്ന് ഡോക്ടർ ജിൻസി, ഒന്ന് പ്ലെയിൻ ജിൻസി, അല്ലേ? ഓക്കെ, യെസ്. ജോർജ് സാർ എന്തെങ്കിലും പ്രത്യേകമായിട്ട്? ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണാനാണ്. ഏത് ചർച്ചിലാണ് ജോർജ് സാർ പോകുന്നത്? ഞങ്ങൾ ഒരു ബ്രദറൻ ചർച്ച. വെരി ഗുഡ്. ഓക്കെ, അപ്പം ബ്രദറിനുണ്ട്. ജിത്തുവോ? ഇൻഡിപെൻഡൻറ്റ് ചർച്ച? ഞാൻ CSI. 2 CSI ആണ്. ഇദ്ദേഹം മാർത്തോമ. വെരി ഗുഡ്. സോ വി ആർ കോമ്പിനേഷൻ ഓഫ് ചേർച്ചസ് ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. സാറിനോട് ചോദിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവമായി പോയി. ഇതൊക്കെ കെട്ടിടങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കെട്ടിടങ്ങളും മറ്റൊക്കെയാണ്. അതാണോ അനുഭവം? അതോ ഞാൻ 2 പ്രാവശ്യം ഇസ്രായേലിൽ പോയാണ്. ഇപ്പോൾ ഒരു 3ാമത് ഇസ്രായേലിൽ വന്നൊരു അനുഭവമാണ്. സാർ ഇത് കണ്ടായിരുന്നു? നമ്മുടെ മ്യൂസിയം കണ്ടോ? കുറച്ചാ കണ്ടുള്ളൂ. മ്യൂസിയം മുഴുവൻ കാണണം. അപ്പോൾ മുഴുവൻ ഇസ്രായേലും കണ്ടായിട്ട് തോന്നും. മുഴുവൻ കണ്ടില്ല. ആ ഒരു കാൽവറിയുടെ ആ ഒരു ഇതൊക്കെ വളരെ ഒരുപാട് ഭംഗിയായിട്ട് 3ാമതൊന്ന് ഇസ്രായേലിൽ വന്ന ഒരു അനുഭവമായി പോയി. സമാന കൂടാരമുണ്ട്. സമാന കൂടാരത്തിൽ കണ്ടായിരുന്നു? അപ്പം മാത്രമല്ല ഞാൻ TV-യിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ ബൈബിൾ കോമ്പറ്റീഷൻ 1 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്ന് കാണണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച പാട്ട് പോൾസൺ പറഞ്ഞ ജോറോട് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ പോൾസൺ 3ാമത്തെ പ്രാവശ്യമാണ് പങ്കെടുക്കുന്നത്. അതെ, ഞങ്ങളുടെ സ്ട്രോങ് പാർട്ടിസിപ്പൻ്റ് ആണ്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും. സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ആശംസകൾ. നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് മോസസ് സ്റ്റേജാണ്.
ജഡ്ജസ് ആർ യു റെഡി? ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണുള്ളത്. ആദ്യത്തേത് ഞാൻ പ്ലെയിൻ ജിൻസിയോട് ചോദിക്കാം. ഓൾ റൈറ്റ്, യു വിൽ സ്റ്റാർട്ട് ഹിയർ. ഓക്കെ. യെരുശലേമിൻ്റെ മതിൽ പണിയിൽ നിന്നും നെഹമ്യാവിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച കള്ള പ്രവാചിക ആരായിരുന്നു? പാസ്. പാസ്. ജോർജ്? പാസ് പാസ് പാസ്. പാസു 3 വർഷമായിട്ടും പിടികിട്ടില്ല അതിൽ. ഓൾ റൈറ്റ്, പാസ്. യെസ് ജിൻസി? നോവദ്യ. Exactly, Dr. Jinsi. That's fine. You get 4 marks. 4 marks. Second attempt. All right. അടുത്തതായിട്ട് മിസ്റ്റർ ജോർജിനോടാണ്. മോർദെഖായി ഏത് ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? യഹൂദ ഗോത്രത്തിൽ. എന്തോ? യഹൂദ ഗോത്രത്തിൽ. ഇല്ല, ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. യഹൂദ ഗോത്രമല്ല. ദ ആൻസർ ഇസ് റോങ്. -2 marks for മിസ്റ്റർ ജോർജ്. യെസ് മിസ്റ്റർ ജിത്തു? സെക്കൻഡ് റൗണ്ട് ഇത്രയും ടൈം എടുക്കാൻ പാടില്ല. യെസ് ഓർ നോ ഓർ ഔട്ട്. പാസ്സൊക്കെ പാസ്. ഇതോ പാസ്. പാസ്. യെസ് ജിൻസി? ഡോക്ടർ പറയൂ. പാസ്. ജിൻസി മോക്കറിയോ? പാസ്. പാസ്. അപ്പോൾ എനിക്കാണ് ആ മാർക്ക് കിട്ടാൻ പോകുന്നത്. ബെന്യാമിൻ ഗോത്രം. ഓൾറൈറ്റ്. ആരും കണ്ടുപിടിക്കാത്ത ഒരു ചെറിയ പീസ് ഓഫ് ഇൻഫർമേഷൻ എസ്തേറിൻ്റെ പുസ്തകത്തിലുണ്ട്. എസ്തേർ 2-5 അധ്യായം, 2 അധ്യായം 5 വാക്യം. ഓക്കെ, മറക്കരുത്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ് മാസ്റ്റേഴ്സ് എഴുതിയിട്ടാണ്. ഓൾറൈറ്റ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ജിതിനോടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ഈസിയായിട്ട് ആൻസർ ചെയ്യാം. ശമൂവേൽ പ്രവാചകൻ്റെ പിതാവിൻ്റെ പേരെന്ത്? എൽക്കാന. എൽക്കാന. കറക്റ്റ്. 5 marks for Jitu Jain. Right, and last question for Dr. Jinsi. വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ സിംഹവും കാളയും ഒരുമിച്ച് ഏത് ഭക്ഷണമാണ് തിന്നുന്നത്? പുല്ല്. കേൾക്കാൻ മീ? പുല്ല്. പുല്ല്. യു ആർ റോങ്. -2 marks for Dr. Jinsi. And now, plain Jinsi? Yes. പാസ്. Very good pass. മിസ്റ്റർ ജോർജിന് അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? സിംഹവും കാളയും ഒരുമിച്ച് ഭക്ഷിക്കുന്ന ഒരു ഭക്ഷണം കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിലാണ്. ഇപ്പോഴത്തെ രീതിയാണെങ്കിൽ സിംഹം കാളയെ അന്നേരമേ കഴിക്കും. കർത്താവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയില്ല. അവർ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. പാസ്. പാസ് എന്ന് പറഞ്ഞോ? പാസ്. Yes, Mr. Jitu? വൈക്കോൽ. Exactly, Vaikol. Right answer. He gets 4 marks. Yes, 4 marks. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് കഴിയുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്കുള്ളത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇപ്രാവശ്യം നമ്മൾ ആരംഭിച്ചത് പ്ലെയിൻ ജിൻസിയിൽ നിന്നാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ആരംഭിക്കുന്നത് ഡോക്ടർ ജിൻസിയിൽ നിന്നായിരിക്കും. ഓൾറൈറ്റ്, ഷാൽ ഐ ബിഗിൻ? ഓക്കെ. ജിൻസി, ബർണബാസ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? പ്രബോധനപുത്രൻ. എനിക്കറിയാമല്ലോ, അറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഈസി ക്വസ്റ്റ്യനാണ്. ഓക്കെ, 5 marks for ജിൻസി JV. ദ ആൻസർ ഈസ് വെരി കറക്റ്റ്. പ്രബോധനപുത്രൻ എന്നാണ് ബർണബാസിൻ്റെ പേരിൻ്റെ അർത്ഥം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 36-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഒരു ഫേമസ് ക്വസ്റ്റ്യനാണ്. ഇതിന് മുൻപ് ഞാനിത് ചോദിച്ചിട്ടുണ്ട്. യു നോ അബൌട്ട് ഇറ്റ്, റൈറ്റ്? യെസ്. ആളിനെ കണ്ടപ്പോഴാണ് മനസ്സിലായി ചോദിക്കേണ്ടായിരുന്നു. ഡോണ്ട് വറി, ദാറ്റ്സ് ഓക്കെ. നൗ ഫോർ ജിതു, ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നതിനാൽ ദൂതൻ്റെ അടികൊണ്ട് കൃമിക്കിരയായ രാജാവ് മരിച്ചു. ആ രാജാവ് മരിച്ചു. യെസ്. രാജാവിൻ്റെ പേര്? അതെ, ഹെരോദാവ്. ഹെരോദാവ്. റൈറ്റ് ആൻസർ. 5 marks for Jitu Jain. Alright? Yes. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണാൻ കഴിയും. സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ് മിസ്റ്റർ ജോയിനോട് ചോദിക്കാൻ പോകുന്നത്. ലാസർ മരിച്ചുപോയെന്ന് ശിഷ്യന്മാരോട് ആരാണ് പറഞ്ഞത്?
സഹോദരിമാർ. ഉത്തരം വളരെ തെറ്റാണ്. സോ -2 മാർക്സ്. ഓൾറൈറ്റ്. അപ്പോൾ ഇനിയും ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. കാരണം യെസ്, ആൻസർ അറിയാമോ? ആരാ പറഞ്ഞത്? പക്ഷേ ജോർജ് പറയുന്നത് സഹോദരിമാരാണെന്ന്. മാർത്തയാണെന്ന് പറഞ്ഞത് സഹോദരി അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം പിന്നെ -2 മാർക്സ്. ഓൾറൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ സഹോദരിമാരെന്ന് പറഞ്ഞാൽ അല്ലെന്ന് ഞാൻ പറഞ്ഞപ്പം മാർത്തയും സഹോദരി, അപ്പോൾ അതിനകത്ത് ഉൾപ്പെടും. നമുക്ക് മനസ്സിലായോ? ഓൾറൈറ്റ്. യെസ് ഡോക്ടർ ജിൻസി. പാസ്സാണ്. നേരത്തെ ഉള്ളൊരു ഗോൾഡ് ക്രൗൺ വിന്നറാണ്. അപ്പോൾ എന്നെ ഇവിടെ ഇട്ട് വിഷമിപ്പിക്കരുത്. ഓൾറൈറ്റ്, കമോൺ ജിതു. പാസ്. ജഡ്ജസിന് വല്ലതും ആൻസർ ഉണ്ടോ? യേശു. മൈ വൈഫ് ടോൾഡ് ദാറ്റ്. യേശു. കാരണം വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യന്മാരോട് പറഞ്ഞു അവന് മരിച്ചുപോയി. യേശുവാണ് പറഞ്ഞത് ശിഷ്യന്മാരോട്. ഓൾറൈറ്റ്, വെരി ഗുഡ്. സോ ഹൂ ഗെറ്റ്സ് എ മാർക്ക്? ദ ജഡ്ജ്. ഓൾറൈറ്റ്, ദാറ്റ്സ് 2. മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. നാലാമത്തെ ചോദ്യം ആരോടാണ്? ഓൾറൈറ്റ്, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വെളിപാട് പുസ്തകത്തിൽ മരണം എന്നവൻ ഇരിക്കുന്ന കുതിരയുടെ നിറമെന്ത്? വെളിപാട് പുസ്തകത്തിൽ മരണമെന്ന് പറയുന്നവൻ ഇരിക്കുന്ന കുതിരയുടെ നിറമെന്ത്? വെളുപ്പ്. -2 മാർക്സ്. വളരെ അടുത്തു. വെളുപ്പല്ല ഇവിടെ. യെസ്, ഇങ്ങനെ വരുമ്പോൾ അടുത്ത റൊട്ടേഷൻ ജിൻസിയാണ്. ഡോക്ടർ ജിൻസി. യാ, കറുപ്പ്. വെളുപ്പല്ലെങ്കിൽ കറുപ്പ്. 2 മാർക്ക്. -2. ഇനി ആരൊക്കെ ഉണ്ട്? ഇത് ചുവപ്പ്. -2. നീ മരവല്ല നിറമുണ്ടോ മിസ്റ്റർ ജോർജ്? ഞാൻ പറഞ്ഞുതരാം. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എക്സാക്ട്ലി. ഉഗ്രൻ. അത്ര മഞ്ഞ നിറം, യെല്ലോ. കണ്ടില്ലേ? ഓൾറൈറ്റ്. അപ്പോൾ 4 മാർക്ക്. ഇപ്പം 6 മൈനസ് മാർക്കാണ്. അദ്ദേഹം തുടങ്ങി വെച്ചു വെളുപ്പ്. അപ്പം വിചാരിച്ച് അങ്ങനെ അങ്ങ് വിടാൻ പാടത്തില്ല, നമുക്ക് ഡോക്ടറേറ്റ് ഉള്ളതല്ലേ അല്ലേ? അപ്പം കറുപ്പിനെ തട്ടിക്കളയാൻ കറുപ്പടിച്ചു. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. മരണത്തിൻ്റെ ദൂതൻ ഇരിക്കുന്ന കുതിരയുടെ നിറം. നോട്ട് ക്വിസ് കോമ്പറ്റീഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ബ്രിങ്സ് us to the end of New Testament round. All right? ഈ ദിവസം ഇത് ദൈവം ഒരുക്കി തന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്തോ ഒരു വലിയ ഒരു അനുഭവത്തിലേക്കാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യം കൂടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ വായിച്ചാലും അധികമൊന്നും വായിക്കത്തില്ല, പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും അറിവില്ലാത്തവർക്ക് കുറേ അറിവുകൾ കിട്ടുന്നു. ദൈവത്തിൻ്റെ ആ ശക്തി ഇവിടെ കൃത്യമായിട്ടും ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സ്ട്രേഞ്ച് ഭൂമിയിലേക്ക് വരുന്നൊരു അനുഭവം ഒട്ടും ഉണ്ടായില്ല. എവിടെയോ നമുക്ക് നല്ല പരിചയമുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്ന പോലെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ദൈവാനുഗ്രഹം ഉള്ള ഒരു സ്ഥലം. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ടെസ്റ്റിമണി റൗണ്ടാണ്. ക്രിസ്തീയ ജീവിതത്തിൽ സാക്ഷ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. യുവർ ടെസ്റ്റിമണി, യുവർ എക്സ്പീരിയൻസ്, യുവർ ടെസ്റ്റിമണി വിത്ത് ജീസസ്. ദാറ്റ് ക്യാൻ ബി സ്മോൾ ഓർ ബിഗ് ഓർ വാട്ട് എവർ. എന്തായിരുന്നാലും യേശു നമ്മുടെ ജീവിതത്തിൽ എന്ത് അനുഭവമാണുള്ളത്, യേശുവിനെ കുറിച്ചുള്ള അനുഭവം, യേശുവിൻ്റെ അത്ഭുതങ്ങൾ എല്ലാം എന്തെല്ലാമാണെങ്കിലും പറയാം, അതൊക്കെ സാക്ഷ്യങ്ങളാണ്. മറ്റൊരുവനോട് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് കാണുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ, അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ആയിരക്കണക്കിന് പ്രേക്ഷകർക്ക് യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് ബോധ്യപ്പെടുവാനായിട്ടുള്ള ഒരവസരം നിങ്ങളുടെ സാക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനാണ് ഈ സാക്ഷ്യം റൗണ്ട് വെച്ചിരിക്കുന്നത്. മാർക്കിൻ്റേതായിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനോ ഒരു പറ്റും. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശമുണ്ട്, യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുക, ദൈവത്തിൻ്റെ വചനം മൗത്തീകരിക്കപ്പെടുക. അപ്പോൾ ആ ഉദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ടെസ്റ്റിമണി റൗണ്ട് നാം വെച്ചത്. കഴിഞ്ഞ എല്ലാ നമ്മുടേതായിട്ടുള്ള ഇതുപോലെയുള്ള ബൈബിൾ ക്രൗൺ കോമ്പറ്റീഷൻസിലൊക്കെയും ഒരു പ്രധാന ഭാഗം ടെസ്റ്റിമണി റൗണ്ടാണ്, ഇല്ലേ? വന്നിട്ടുണ്ടല്ലോ. യെസ്.
സോ വി ഹാവ് നോട്ട് ലെഫ്റ്റ് ദാറ്റ്. എന്തുകൊണ്ടത് വിടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊരു പരമമായ ഒരു ലക്ഷ്യമുണ്ട്. യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ പല റൗണ്ട്സിൽ പല ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ ലക്ഷ്യം ഒരാൾ യേശുവിനെ അനുഭവമാക്കുക എന്നുള്ളത്. യേശു ക്രിസ്തു ജീവിക്കുന്നത് ലോകത്തോട് നമുക്ക് വിളംബരം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സാക്ഷ്യത്തിലൂടെയാണ്. സോ സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്. ജിൻസി ജോയ്. ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഇവിടെ അവസരം ദൈവം ഒരുക്കി തന്നതിനായി വളരെയധികം ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു വചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് എനിക്കിവിടെ നിൽക്കുവാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഞാൻ ഇവിടെ വരുന്നതിന് വളരെയധികം തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേണ്ട എന്ന് വിചാരിച്ചിട്ടും രണ്ടാമതായി പിന്നെ ഇവിടെ വരാൻ ദൈവം തോന്നിച്ച മനസ്സിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ ഈ ക്യൂസിലൂടെ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് ദൈവവചനം പഠിക്കാനും അല്ല എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നറാവൺ എന്നുള്ള ആ ഒരു ഇതിനേക്കാളും ഉപരിയായി എനിക്കിവിടെ വന്ന് ഇതിലൊന്ന് പങ്കെടുക്കാൻ പറ്റും. ഇന്ത്യയിലെ ഇത്രയും ആൾക്കാരിൽ നിന്ന് ഈ എളിയ എന്നെ എനിക്കിവിടെ തന്നെ വരാൻ പറ്റും. ദൈവവചനം ത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് ഇവിടെ സാക്ഷ്യം പറയാനും പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ച എല്ലാ ദൈവത്തിൻ്റെ അളവറ്റ കൃപയ്ക്കായി നന്ദി അറിയിക്കുന്നു. ഞാൻ ദൈവത്തെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ദൈവം ഇല്ല, ഇനി ഓരോ കാര്യം ചെയ്യുമ്പോഴും പരാജയം മാത്രമായിരുന്നു. അപ്പം ദൈവം ഇല്ല, ദൈവം ഇനി വേണ്ട എന്ന് പറഞ്ഞു എന്നോട് എല്ലാവരും വന്ന് പറയുമ്പം ഞാൻ ഇനി അമ്മ എന്നോട് പറയും, എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അമ്മയോട് പറയും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയും. അമ്മ എപ്പോഴും എന്നോടൊരു കാര്യം പറയുന്നത് ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുന്നതായിരിക്കും പറയുന്നത്. അപ്പം ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്നെ പള്ളിയിൽ പോകാൻ വിളിക്കരുത്, വേദപുസ്തകം വായിക്കാൻ വിളിക്കരുത്. എനിക്ക് ദൈവമില്ല. മുറിയിലൊരു ജീസസിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അവിടെ വെക്കരുത്, അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ദൈവം ഇല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് ഞാൻ ദൈവവചനം പഠിച്ച് ഈ ഒരു സ്റ്റേജിലെത്തിയത്. അപ്പം എല്ലാം ദൈവം മുൻകൂട്ടി കണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കരുതുന്നവനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും കൂടുതലായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം എൻ്റെ നാവിനെ ബലപ്പെടുത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലേക്ക് പങ്കെടുക്കാൻ തക്കുന്ന ഒരു അവസരം ദൈവം ഒരുക്കിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ സൗകര്യപരമായി ഞാനും വരുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു. കാരണം ഇന്ന് ഞങ്ങൾക്കൊരു പ്രയറുണ്ട്. അത്തരം റിലേഷനിൽപ്പെട്ട ആൾ മെഡിക്കൽ കോളേജിൽ ഇത്തിരി സീരിയസിൽ കിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നീ വരാമെന്ന് പറഞ്ഞതാൽ എന്തായാലും വരണം. ഞാനും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് വന്ന് കാണണം എന്നൊക്കെ നേരത്തെ വിചാരിച്ചിട്ടുള്ളതാണ്. വൈഫും പറഞ്ഞു എന്തായാലും പോകാൻ തീരുമാനിച്ചല്ലേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ അവളും കൂടെ പോന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ 7 മക്കളിൽ രണ്ടാമത്തെ മകനായിട്ട് ജനിച്ച ആളാണ് ഞാൻ. 5 ആൺമക്കളും 2 പെൺമക്കളും. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ദൈവികമായ അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെതായ യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഒരു ദിവസം മരിക്കും, മരണത്തിനപ്പുറത്ത് ഒന്നുമില്ല എന്ന് ചിന്തിച്ച എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഭവനത്തിൽ ഒരു പ്രാർത്ഥന നടക്കുന്ന കേട്ട് ഏതെങ്കിലും പെന്തക്കോസ്തുകാരായിരിക്കും എന്ന് കരുതി അവരെ ഒന്ന് ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ ആ ഭവനത്തിൽ കടന്നു ചെന്നാണ്. എന്നാൽ അന്ന് രാത്രി ദൈവം എന്നെ സന്ദർശിക്കയിടയായി തീർന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചൊരു ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ ദൈവം ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നെനിക്ക് വെളിപ്പെടുത്തി തരണം എന്നുള്ള ഒരാഗ്രഹത്തോടെ ബൈബിൾ വായിക്കയിടയായി തീർന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ വൈഫ് ഞാനറിയാതെ ഒരു പെന്തക്കോസ്ത് യോഗത്തിന് പോവുകയും അന്നത്തെ അവിടുത്തെ ഒരു മെസ്സേജിൽ തനിക്കൊരു കാര്യം വെളിപ്പെട്ടു. യഥാർത്ഥമായ വിശ്വാസം ബൈബിൾ കൂടെ ഉള്ളതാണ് എന്നുള്ള ചിന്തയിൽ 115 സങ്കീർത്തനമാണ് അതിനാധാരമായി അന്ന് അവിടെ പ്രബോധിപ്പിച്ചത്.
അത് കേട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനിനി പള്ളിയിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും ശരിയാവില്ല, ഞാൻ തന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുവെങ്കിലും ദൈവം എന്നെ ശരിയായ രീതിയിൽ, ശൗലിനെ പിടിച്ച രീതിയിൽ എൻ്റെ 33-ാമത്തെ വയസ്സിൽ ദൈവം എന്നെ സന്ദർശിച്ചു. അതിന് കാരണമായത് 51 സങ്കീർത്തനമാണ്. അത് വായിച്ചാണ് ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുവരെ പാപത്തെക്കുറിച്ച് കാര്യങ്ങളും പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇവിടെ ആരാ പാപമില്ലാത്തവരെ, ദൈവം ഇവിടെ അത് സൃഷ്ടിച്ചു, അപ്പോൾ അത് കുടിക്കുന്നതും കഴിക്കുന്നതൊന്നും പാപമല്ല എന്നുള്ള രീതിയിൽ ചിന്തയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഒരു പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്ന് ദൈവജനത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, 51 സങ്കീർത്തൻ്റെ വല്ല പ്രത്യേകതയുണ്ടോ എന്നാണ് അദ്ദേഹത്തോട് ചോദിച്ചത് ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദർ വളരെ ശാന്തമായി കേൾക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് വിവരിച്ച കാര്യങ്ങളെക്കുറിച്ച്, ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് ഓർപ്പിച്ചു. അന്ന് ആ പകൽക്കാലം ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് 10 പൈസ മോഷ്ടിച്ച് അന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ഒരു കർട്ടനിലെന്ന് കൂടെ കാണുവാൻ എനിക്കിടയായിത്തീർന്നു. ഞാൻ അന്ന് ദൈവത്തിന് സറണ്ടർ ആവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഏറെക്കുറെ 36 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഞാനും വൈഫും കൂടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോകാറുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ ഇച്ചിരി പേടിയുണ്ട് മനസ്സിൽ, കാരണം അവിടെ പറഞ്ഞപ്പോൾ വരണ്ട, വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോകാറില്ല. ഞാനും വൈഫും കൂടെ ഒക്കെ ഇടയ്ക്കാനും പോകാറുണ്ട്. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും കർത്താവിൻ്റെ വചനമായിട്ട് പോകാൻ ഇടയായിട്ടുണ്ട്. അല്പമായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ കർത്താവിൻ്റെ പേരിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, ജോലിയല്ല, ഒരു പ്രിൻറ്റിങ് പ്രസ്സിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. തുറന്ന് നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെറിയ സഭയായിട്ട് തൃശ്ശൂർ കൂടി വരികയാണ്. So thank you so much. മ്യൂസിയം ഓഫ് ദ വേർഡ് എന്ന ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരുശലേം സന്ദർശിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അവിടെ എത്തിയ ഒരു പ്രതീതിയായിരുന്നു. മ്യൂസിയം ഓഫ് ദി വേർഡ് ഒരു അത്ഭുത ലോകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതലുള്ളതായ ചരിത്രം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കുന്നു. വേദപുസ്തകത്തെ സംബന്ധിച്ചുള്ളതായ വളരെ വിജ്ഞാനപ്രദമായ പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വേദപുസ്തക പഠിതാക്കൾക്കും ഒപ്പം തന്നെ വേദശാസ്ത്ര വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഒരനുഭവമായിരുന്നു. ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളുടെ ആത്മീയ ജീവിതത്തിന് ഉന്നതി വരുവാൻ തക്കവണ്ണം മ്യൂസിയം ഓഫ് ദ വേർഡ് PB നമ്പർ 4 വെമ്പായം PU തിരുവനന്തപുരം. ഫോൺ 9495998555. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജിത്തു. ഇതിവിടെ ഇപ്പോൾ 3-ാമത്തെ തവണയാണ് ഈ ബൈബിൾ ക്രൗൺ മെഗാ ക്വിസിലേക്ക് വരാൻ സാധിച്ചതിനോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ വീട് വിഴിഞ്ഞത്തിനടുത്ത് മുക്കോല എന്നൊരു സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത്. ഞാൻ ഒരു CSI സഭയിൽ പോകുന്ന ആളാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവം ആരാണ്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തെ രുചിച്ചറിയാൻ എനിക്ക് ബാല്യം മുതലേ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ആ ഒരു രീതിയിൽ ക്രിസ്തീയ രീതിയിലാണ് എന്നെ വളർത്തുന്നത് ബാല്യം മുതലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ MBBS ചെയ്യുകയാണ്, 2nd ഇയർ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പേഷ്യൻസിനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ ഓരോരോ അസുഖങ്ങളായിട്ട് വരുമ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, എന്നും
അവർ ഡോക്ടറെ എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ, എന്നാലും അവർ ഡോക്ടറെ ആയിട്ടുള്ളൂ. അവർ വിളിക്കുന്നത് ഡോക്ടർ എന്ന്. ഡോക്ടറെ എന്നും വയ്യ, എന്നും അസുഖമാണ്, ജീവിതം മടുത്തു എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ അതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു മെജോറിറ്റി ആൾക്കാരും ക്രിസ്ത്യൻസ് ആണുള്ളത്. അപ്പോൾ ഒരു ഡോക്ടറെ വിളിക്കുന്നത് നമ്മുടെ ഏപ്രിൽ കണ്ടുകൊണ്ടാണ് അല്ലേ? അതെ. ഞാനൊരു മെഡിക്കൽ കോളേജ് വല്ലതും പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സാക്ഷ്യത്തിന് നല്ലൊരു സാഹചര്യം ഇല്ല അവിടെ ഉള്ളത്. അതെ പേഷ്യൻസിൻ്റെ ഇടയിൽ നമുക്ക് നല്ല ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 4-5 പേര് ഒരു പയ്യൻ നമ്മളൊരു ഫ്രണ്ട്സായിട്ട് പോയിട്ട് അവരെ നമ്മൾ സാന്ത്വനപ്പെടുത്താറുണ്ട്, നമ്മൾ അവരെ ബലപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ അവർ ഭയങ്കര വിഷമത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് അമ്മച്ചി ഒന്നുമില്ല, പെട്ടെന്ന് റെഡിയാവും, ദൈവം കാത്തോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർ പറയുമ്പോൾ അവർ മനസ്സിൽ അവരുടെ മുഖത്ത് ഭയങ്കര പെട്ടെന്ന് ദൈവം വിളിച്ചോളൂ എന്ന് പറയുമോ? അങ്ങനെയല്ല കർത്താവ് കാക്കും എന്നൊക്കെ ഒരു പറഞ്ഞ പല രീതികളാണ് മനുഷ്യന് ആശ്വാസം കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? ആശ്വാസം അല്ല പ്രത്യാശ കൊടുക്കും. ഇനിയും ജീവിക്കാം. എൻ്റെ സംശയം ഞാൻ ചോദിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് ഒന്ന്. പിന്നെ റീസെൻ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം കൂടെ പറയാം. എൻ്റെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു കാറുമായിട്ട്, ഞാനൊരു സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ ഒരു കാറുമായിട്ട് എൻ്റെ വണ്ടി കൊണ്ട് ഇടിക്കുകയായിരുന്നു. താങ്കൾ പോയി ഇടിച്ചു? എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ പൊടി കയറി. സോ ഒരു കൈ കൊണ്ട് ഞാൻ പൊടി തുടക്കുകയും മറ്റേ ഒറ്റ കൈ കൊണ്ടായിരുന്നു വണ്ടി ബാലൻസ്. ഈ പൊടി ഒരുപാട് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കണ്ണിലായിട്ട് കണ്ണ് കാണാൻ പറ്റും, നാക്കിൻ്റെ അടുത്തോട്ട് പോയാൽ അതിനെക്കാട്ടും വലിയ പ്രശ്നമാണ്. സത്യം. എന്താ ജോസാർ എന്താ പറയുന്നു? അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഉണ്ടായി. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതിനെക്കാട്ടും വലിയ മുറിവ് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. പോറൽ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ വണ്ടി കണ്ട ഒരാൾ ചോദിച്ചത്, ഇത് എങ്ങനെ ഒരു പോറൽ പോലും പറ്റാതെ രക്ഷപ്പെട്ടു എന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ ദൈവം എന്നെ അവിടെ കരുതി. എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാനും എൻ്റെ അനിയനും മാത്രമാണ്. എൻ്റെ പപ്പ കൂലിപ്പണിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇനി പഠിച്ച് വേണം കുടുംബം നോക്കാൻ. അപ്പോൾ എന്തെങ്കിലും അഥവാ അല്ലെങ്കിൽ കൈ കാലോ എല്ലോ എന്തെങ്കിലും പൊട്ടിയിരുന്നെങ്കിൽ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ദൈവം വരുത്താതെ എൻ്റെ ദൈവം എന്നെ കാത്തു. അത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, എൻ്റെ കുടുംബത്തിലെല്ലാവരുടെയും പ്രാർത്ഥന, പിന്നെ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ സീറ്റ് തന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ആഗ്രഹിച്ചൊരു മെഡിക്കൽ സീറ്റായിരുന്നു. ഒരുപാട് അനുഗ്രഹിച്ചു. ദൈവത്തെ രുചിച്ചറിയാൻ ഒരുപാട് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. ഞാനങ്ങനെ വിരമിക്കാൻ സമ്മതിക്കില്ല. താങ്കൾ ഇവിടെ വന്നു, ദൈവത്തെ അറിഞ്ഞു, പ്രവർത്തിച്ചു, അമ്മ ഇവിടെ കൊണ്ടുവന്നു, ഒക്കെ ഉണ്ട്. താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു എങ്ങനെ അനുഭവമാക്കുന്നുള്ള എനിക്കറിയേണ്ട കാര്യം. താങ്കളിപ്പം പേഷ്യൻറ്റിനോട് പറയുന്നു, ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ഒരു ലക്ഷ്യം, സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാക്ഷ്യത്തിനാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരാൾ പറഞ്ഞു, യേശുവിനോട് പറയും, അമ്മ വിഷമിക്കേണ്ട, അമ്മ എല്ലാം ശരിയായിടും, പറവല്ലേ അല്ലേ, എല്ലാവർക്കും കുടുംബം ശരിയായി. തമിഴ്നാട് നല്ല പുരുഷല്ല പൊടിയും അല്ല, അവിടെ എല്ലാം തമിഴാണല്ലോ. അതെ എനിക്കറിയാൻ പറയുന്നത് ലാംഗ്വേജ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതാനുഭവത്തിൽ യേശു എവിടെ നിൽക്കുന്നു. എനിക്ക് ദൂരോട്ടം പറയാൻ പറ്റും യേശു എനിക്ക് എന്തെല്ലാം ചെയ്യുന്ന ഉപകാരങ്ങളെക്കുറിച്ച്. എന്നെ സംബന്ധിച്ച് ജീസസ് എൻ എക്സ്പീരിയൻസ്. ജീസസ് ഷുഡ് ബി ഒരു എക്സ്പീരിയൻസ്. അമ്മ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ യേശു എന്ത് ഞാൻ പറഞ്ഞു മനസ്സിലായി. കാരണം ഞാൻ കൊച്ചിലേ കണ്ടതാകും. ഇപ്പം മിനിമം 3 അല്ല, ഒരു 5 വർഷം മുമ്പ് കണ്ട, ആദ്യം 5 വർഷം മുമ്പ് കാണുന്നുണ്ട്. അതെ, ഇതിപ്പം ഇത് 4ാമത്തെയാണ് നമ്മളെ കാണുന്നത്. സെക്കൻഡ് ടൈം തൊട്ട് വരുന്നുണ്ട്. അത് 2 years ഗ്യാപ്പായിട്ട് വരുമ്പോഴത്തേക്ക് മിനിമം 5 വർഷം മുമ്പാണ്. സോ എനിക്ക് ജിതുവിനെ ചെറുപ്പത്തിൽ കണ്ടാലേ ചെറുപ്പത്തൊട്ട് എനിക്കറിയാം. അന്നും ഇതുപോലെയുള്ള കാര്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ദൈവം താങ്കൾക്ക് അഡ്മിഷൻ തന്നു, എല്ലാം തന്നു, താങ്കൾ ചില കുട്ടികളുമായിട്ട് നേരെ പേഷ്യൻ്റൊക്കെ കാണുന്നു. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ജീസസ്? ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആ എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിരിക്കണം. ആ എക്സ്പീരിയൻസ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ബാക്കിയെല്ലാം ഓറലായിട്ടുള്ള കാര്യങ്ങളാണ്. CS ആയാലും ഓർത്തഡോക്സ് ആയാലും എല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പ്രബന്ധങ്ങളല്ല. പരിശുദ്ധാത്മാവ് ജീവിത അനുഭവമാണ്. നമ്മളിപ്പോൾ ഒരാളോട് പറയും പ്രാർത്ഥിക്കാൻ, ജപം പോട്ടൊക്കെ പറയാം, അവർ പറഞ്ഞ് അന്നേരത്തെ ആവശ്യമാണ്. പക്ഷേ അവർക്ക് യേശുവിനൊരു അനുഭവം ആകുന്നില്ല. അവർക്ക് യേശുവിൻ്റെ അനുഭവമാണ്. താങ്കൾ പ്രാർത്ഥിക്കണം, അവർക്കത് ബോധ്യമാണെങ്കിൽ താങ്കൾക്ക് ആ ദൈവിക കൃപ ഉണ്ടാകും. ആ കൃപ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. പ്രാർത്ഥിച്ചു, ദൈവം തന്നു, ഒക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ സാക്ഷിയാകുന്നത് ഈ പറയുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മീ? എ പ്രേയർഫുൾ പേഴ്സൺ ഈസ് ഗുഡ്, ബട്ട് an anointed person is a powerful person. Am I right?
അപ്പോൾ മോർ ദാൻ എവറിഥിങ് യേശു ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് മാറും. എസ്പെഷ്യലി യു ആർ ടച്ചിങ് എ ഡിവൈൻ പ്രൊഫഷൻ എന്ന് വിചാരിച്ച് ചികിത്സിക്കണം. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പക്ഷേ ഈ ഒരു അനുഭവം, കാരണം ഞാൻ 5 വർഷം മുമ്പോട്ട് ജിതുവിനെ കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കൊരാളെ നേടിയെന്ന് പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവേശു ഞാൻ വളർന്നെന്ന് പറയാൻ പറ്റത്തില്ല. താങ്കളുടെ വളർച്ച താങ്കൾ പറയുന്നത് MBBS അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ്. ഞാനതൊരു വളർച്ചയായിട്ട് കണക്കാക്കുന്നില്ല. യേശുവിന് താങ്കളെക്കുറിച്ചുള്ള ഉദ്ദേശം അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ്. ദൈവം എനിക്കൊരു അവസരം തരികയാണ്, ഇതുപോലെ ഒരു കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ അന്ന് ഞാൻ ഇതേ ചോദ്യം ചോദിക്കും. അന്ന് ഇതേ ടെസ്റ്റ് പണി ഉണ്ടാവും. അവിടെ വെച്ച് ഞാൻ ചോദിക്കും, വാട്ട് ഹാവ് യു ഗെയിൻ ഫോർ ജീസസ്? യേശുവിന് വേണ്ടി എന്ത് നേടി എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ റൈറ്റ്. യെസ് ഡോക്ടർ ജിൻസി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും 3-ാം തവണയും ഈ സ്റ്റേജിൽ ദൈവത്തിൻ്റെ സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം സഹായിച്ച കൃപയോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ വർഷം ഈ ക്വിസിന് പങ്കെടുക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ ക്വിസിന് വരുന്നു എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. എന്നിട്ട് ഏത് മാസമാണിത് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മെയ് 1 ആയിരിക്കുമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും വരാൻ സാധിക്കത്തില്ല എന്നൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോൾ 1 മാസം കൊണ്ട് മോൾക്ക് മസിൽസിന് പവർ കുറവ്, അങ്ങനെ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇന്നും വന്നത്. ഇനി തിരിച്ച് ഹോസ്പിറ്റലിലാണ് പോവേണ്ടത്. എന്തായാലും വരാം എന്നൊരു തീരുമാനം എടുത്തിട്ടാണ്, ഒരു ദൈവിക ശുശ്രൂഷ എന്നൊരു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ വരാമെന്ന് വീണ്ടും ഓക്കെ പറഞ്ഞ് വരുവാനിടയായത്. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ചെറുപ്പകാലം മുതലേ ദൈവവുമായുള്ളൊരു ബന്ധത്തിലാണ് മാതാപിതാക്കൾ വളർത്തിയത്. ഒരു കൺവെൻഷൻ പ്രസംഗത്തിൽ ഞാൻ കേൾക്കുവാനിടയായി, നിങ്ങൾ ദിവസവും വചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഉയർത്തും എന്നൊരു വചനം ഞാൻ കേൾക്കുവാനിടയായി. അപ്പോൾ അന്ന് മുതൽ ഞാനും അമ്മയൊക്കെ 5 അധ്യായം വെച്ച് മുട്ടിന്മേൽ നിന്ന് വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് ദൈവമായിട്ടൊരു ബന്ധം വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വന്നു തുടങ്ങിയത്. കുഞ്ഞുനാൾ മുതലേ ഞാൻ ഇങ്ങനെ വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് ഡോക്ടർ ജിൻസി എന്ന് എഴുതി വയ്ക്കുമായിരുന്നു. എൻ്റെ പ്രാർത്ഥനാ ഡയറി. അപ്പോഴേക്ക് എൻ്റെ വീട് ഓലയിട്ട കുഞ്ഞു വീടാണ്, ചാണകമൊഴുകിയ തറയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പോലും ഡോക്ടർ ജിൻസി എന്ന് എഴുതി വെച്ചു. പക്ഷെ അങ്ങനെ ആയിത്തീരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ദൈവം നാം രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അറിയുന്ന സർവശക്തനായ ദൈവം എനിക്കതിന് ഇരട്ടിയായിട്ട് പ്രതിഫലം തന്നു. ഒരു 2 മാസത്തിന് മുമ്പേ അങ്ങനെ ഒരു ഡിഗ്രി എടുക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ കിട്ടുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. ഗിദയോൻ ഇൻ്റർമിഷൻ അതിനോട് ചേർന്ന് നിന്ന് ബൈബിൾ വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ബൈബിൾ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ പറ്റി അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, ഓരോ ചർച്ചുകളിൽ പോയി. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻസ് എടുത്ത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് അയച്ചു കൊടുക്കുക, അങ്ങനെ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ സഭയിലെ കുഞ്ഞുങ്ങൾ ബാലജന സഖ്യം എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അപ്പോൾ അതിൻ്റെ കൺവീനറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനും അവരെ ദൈവമായിട്ട് അടുപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയ ക്വിസ് കോമ്പറ്റീഷൻസ് നടത്തി അവർക്ക് സമ്മാനം കൊടുത്തും അങ്ങനെ ചെറിയൊരു ശുശ്രൂഷ ചെയ്തു വരുന്നു. ഹസ്ബൻഡ് ദൈവിക ശുശ്രൂഷ ഫീൽഡിലായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു ദൈവിക ശുശ്രൂഷയുമായി നിൽക്കുന്ന ഒരു ജീവിത പങ്കാളിയായിരിക്കണം ലഭിക്കേണ്ടതെന്ന്. ആ പ്രാർത്ഥന ദൈവം മാനിച്ചിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ ഫീൽഡിലുള്ള ഒരു ഹസ്ബൻഡിനെ തന്നെ ദൈവം നൽകി. പിന്നെ ഞങ്ങൾക്ക് ഒരു മകളെ നൽകി. ഇപ്പോൾ അവൾക്ക് 8 വയസ്സുണ്ട്. 4 വയസ്സ് കഴിഞ്ഞ സമയത്താണ് അവൾ സ്റ്റെപ്പ് കയറുമ്പോൾ പതിയെ സ്ലോ ആയിട്ടേ കയറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കാണിക്കാനിടയായി. അപ്പോഴാണ് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് മസിൽസ് വീക്ക്നെസ് ആണ്. അപ്പോൾ അതിൻ്റെ മെഡിസിൻസൊക്കെ കൊടുത്തു വരുന്നു. അപ്പോൾ മിക്കവരും എന്നോട് ഇങ്ങനെ ചോദിക്കും, നീ ഭയങ്കര ദൈവവിശ്വാസിയല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടത വന്നു, വേദന വന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഒന്നും തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ദൈവം പറയുന്നത് പോലെ നിനക്ക് പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എനിക്ക് നിന്നോടുള്ള എൻ്റെ നിരൂപണം തിന്മയ്ക്കായുള്ളതല്ല, നന്മയ്ക്കായുള്ളത് അത്രയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അവരോടും പറയും, ദൈവം തീർച്ചയായിട്ടും സൗഖ്യം തരും, അങ്ങനെ ഒരു സാക്ഷിയായി ഞാൻ മാറും. ഇതെന്തായാലും ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ടാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലൊരു കഷ്ടത വന്നു എന്നുള്ളതാണ് ഞാൻ അവരോടും പറയുന്നത്. അപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ നിങ്ങളും ആ ഒരു വിഷയത്തെ ഓർത്ത് ഇനി ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്. മോളുടെ പേരെന്നാ? ഏഞ്ചലിൻ ജവാനിയ. ഏഞ്ചലിൻ ജവാനിയ. ജവാനി. ഒരു നിമിഷം നമുക്ക് പ്രിയപ്പെട്ട ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളെ സ്വർഗ്ഗസ്ഥ പിതാവേ, എൻ്റെ മകളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ സൗഖ്യമാക്കുന്ന യഹോവയായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ആ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാരങ്ങളെയും നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നിൻ്റെ മുറിഞ്ഞ കരം ആ കുഞ്ഞിന് വെച്ച് അതിശീഘ്രം അവൾക്ക് സൗഖ്യം പ്രാപിക്കാനും നിൻ്റെ മകൾക്കത് എന്നേക്കൊരു സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമേ. അവിടുത്തെ തിരുനാമത്തിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാക്കണമെന്ന് യേശു അതിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണ്. അതോടൊപ്പം ഞാൻ ജിൻസി ഒരു കാര്യം ഓർമ്മിപ്പിക്കാനോട് ആഗ്രഹിക്കുന്നു. എപ്പോഴും സ്വർഗീയ അനുഗ്രഹങ്ങൾ ഭൗതിക അനുഗ്രഹങ്ങളുമായിട്ട് പ്രപ്പോർഷനാണ്, അനുപാതം. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് ജോസാർ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതിനനുസരിച്ച് നമുക്ക് എത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ വീക്ഷണത്തിൽ അത് ശരിയാണ്, ഞാനിത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് എന്താ നോക്കുന്നത്? മേനെ തേക്കേൽ ഉർഫസീൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി. നിനക്ക് തൂക്കമില്ലെന്നല്ല അവിടെ പറയുന്നത്, തൂക്കമുണ്ട് പക്ഷേ കുറവായിപ്പോയി. അപ്പോൾ നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളും നമ്മളെ കോരിയെടുത്ത വിധങ്ങളുമായിട്ട് നാം നോക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് എപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഞങ്ങളെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കാൻ ദൈവത്തിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തെന്ന്. പക്ഷേ എന്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് പലരും ചിന്തിക്കാറില്ല. കൊച്ചു കൊച്ചു ദൈവത്തിന് ചെയ്തു എന്നുള്ളതിന് ഒരു സംശയവുമില്ല, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷേ എങ്കിൽ ദ റേഷ്യോ മാറ്റേഴ്സ്, ദ പ്രൊപ്പോർഷൻ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദൈവം എനിക്ക് ചെയ്തത് എത്ര വലിയ കാര്യം, അത്രമാത്രം അഗാധമായിട്ട് എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പരിശോധനാ വിഷയം, പ്രാർത്ഥനാ വിഷയമാണ്. കാരണം അതിനകത്തുള്ള തൂക്കത്തിന് അല്പം കുറവ് വരുന്നുണ്ട്. തൂക്കമുണ്ട്, പക്ഷേ എന്തില്ല, നേരെ നിൽക്കാനുള്ള തൂക്കം ആയിട്ടില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മ ശക്തിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. അത് നിങ്ങളുടെ കൊച്ചു സൺഡേ സ്കൂളിലെ 10-20 കുട്ടികളുടെ ഇടയ്ക്കല്ല, അനേക കാര്യങ്ങൾ കൊടുക്കത്തക്ക രീതിയിൽ അത് ഉപയുക്തമാക്കുന്നതൊക്കെ വേണം. ദൈവം സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞതിൽ വിഷമമില്ലല്ലോ? വിഷമമുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞാൽ മതിയാകത്തുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊരു പ്രവചനമായിട്ട് അവർ ഏറ്റെടുക്കണം. എന്താ സാറേ? ഇതൊരു പ്രവചനമായിട്ട് ഏറ്റെടുക്കണം അവർ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം ഞാൻ പറയുമ്പം എല്ലാവർക്കും എന്നെ ആ രീതിയിൽ കാണാൻ സാധിക്കത്തില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഇത് ദൈവത്തിനാമ എന്നെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ്. ആദ്യമായിട്ടാണ് ഇത് 4ാമത്തെ കോമ്പറ്റീഷൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്തുകൊണ്ട് എനിക്ക് ജെൻസിയുടെ സാക്ഷ്യം എനിക്ക് കാണാപ്പാടം അറിയാം. കാരണം വർഷങ്ങൾ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം തന്നെയാണ്. അതായത് ഇരിക്കുമ്പോൾ കുട നിവർത്തി പെരക്കകത്തിരുന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. പക്ഷേ ആ ഒരു അവസ്ഥയിൽ ദൈവം ഭർത്താവിനെ തന്നു, കുഞ്ഞിനെ തന്നു, 4 വർഷം കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രോഗം ആരംഭിച്ചത്, അല്ലേ? ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യൂർ കാണുന്നില്ല, ഹീലിംഗ് ഇല്ല. അപ്പം ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയണം. നമ്മൾ ദൈവത്തിന് വേണ്ടി എത്രമാത്രം പ്രവർത്തിക്കും അത്രമാത്രമാണ് ദൈവം നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. ഓൾറൈറ്റ്, സോ ദാറ്റ് ബ്രിങ്സ് us to the end of the testimony round. So thank you so much. അപ്പോൾ ജിൻസി ജോയ് 1.5 മാർക്ക്. സാക്ഷ്യം പോരാ, കൂടുതൽ വെയിറ്റ് വേണം, മനസ്സിലായില്ലേ? ജീവിതാനുഭവമാണ് സാക്ഷ്യം. യേശുവിനെ അറിഞ്ഞു. തീർച്ചയായിട്ടും വീട്ടിലുള്ളവരെക്കാട്ടിലും നിങ്ങളുടെ പള്ളിയിലുള്ള മറ്റ് പ്രായത്തെക്കാളൊക്കെ ഒരു വെളിച്ചമുണ്ട്. പക്ഷേ വെളിച്ചമെന്ന് പറയുമ്പോൾ വെളിച്ചം നമ്മൾ തയ്യാറവിളക്ക് കത്തിച്ചാലും വെളിച്ചമാണ്, മെഴുതി കത്തിച്ചാലും വെളിച്ചമാണ്, പെട്രോൾ മാക്സ് കത്തിച്ചാലും വെളിച്ചമാണ്. എല്ലാത്തിൻ്റെയും സംജ്ഞ വെളിച്ചമാണ്. പക്ഷേ വെളിച്ചത്തിനൊരു വാല്യൂ ഉണ്ട്. ഈ വെളിച്ചം വർദ്ധിപ്പിക്കണം. വെളിച്ചം ഉണ്ട്, ബട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ് ഗ്രോ, കേട്ടോ. കൂടുതലായിട്ട് വെളിച്ചം വരുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. എങ്കിലും ഇങ്ങനൊരു കോമ്പറ്റീഷൻ വന്ന് മത്സരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളെപ്പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ കൂടിയാണ്. അല്ലാതെ 1,00,000 രൂപ സമ്മാനം കിട്ടിയിട്ട് പോകും എന്നുള്ള രീതിയല്ല. നമ്മളൊക്കെ ഇവിടെ വന്നൊരു വാക്ക് പറയുന്നത് പോലും കർത്താവിൻ്റെ മഹത്വമാണ് ഇവിടെ കാണുന്നത്, അല്ലേ? യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ഭാഗ്യമാണ്. അത് പ്രിയപ്പെട്ട ജോർജ് സാർ തന്നെ, ഞാൻ പ്രായം ചോദിക്കുന്നില്ല, എന്തായാലും അപ്പോൾ അവിടെ വന്ന് ഇതാണ് അതെനിക്കറിഞ്ഞുകൂടാ. 70. അപ്പോൾ കുഴപ്പമില്ല, എന്നെക്കാട്ടി പ്രായം കുറവാണ്. ഓൾറൈറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെ ദൈവം വിളിക്കുമ്പോൾ വേർതിരിക്കുമ്പോൾ
നാം ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ടുള്ള തീഷ്ണതയിൽ പ്രവർത്തിക്കണം. 1.5 മാർക്ക് തന്നിട്ടുണ്ട്, ഒരു പ്രോത്സാഹനമാണ്. ജോർജ് വി വി 2 മാർക്ക് തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? കാരണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും നമ്മുടെ അനുഭവ പരിചയം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റനേകരെ ആകർഷിക്കുവാൻ തക്കവണ്ണം കഴിയണം. നമുക്ക് ദൈവം ആരോഗ്യവും ബലവും കൃപയും ഒക്കെ തന്നിട്ടുണ്ട്. അതിനൊന്ന് ഫുള്ളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ 100% എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുവാനും അനേകർക്ക് ഈ വെളിച്ചം പകരുവാൻ തക്കവണ്ണം കഴിയണം. ഒരു ചെറിയ തീയാണ് ഒരു വലിയ കാടിനെ കത്തിക്കുന്നത്, ആണോ? അതുകൊണ്ട് എബനേസറിൻ്റെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കാര്യം കൂടുതലായിട്ട് പറയണമെന്ന് സ്നേഹത്തെ ഞാൻ അപേക്ഷിക്കുന്നു. യു ഗെറ്റ് 2 മാർക്സ്, 2 മാർക്ക്. ജിതു ജയൻ 2 മാർക്ക് പോരാ, ഫുൾ പ്രവർത്തിക്കണം. കർത്താവിൻ്റെ ഒരു വലിയ വിളി പുറകെ കിടപ്പുണ്ട്. അപ്പോൾ ഇനിയും കാണുമ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച അനുഭവങ്ങൾ, കർത്താവിൻ്റെ അനുഭവങ്ങൾ അതാണ് കേൾക്കേണ്ടത്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബിക്കം എ ഗുഡ് ഡോക്ടർ. ഓക്കെ, ആൻഡ് ബിക്കം എ ഗുഡ് ഡോക്ടർ ഫോർ ജീസസ് ക്രൈസ്റ്റ്. ഓൾറൈറ്റ്, ഗുഡ്. ആൻഡ് ജിൻസി 3.5 മാർക്ക്. ഇപ്പോൾ 2.5 മാർക്കുണ്ട് ജിതു ജയന്. ജിൻസിക്ക് 3.5 മാർക്ക് തരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോക്കോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇവിടെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രയർ ഗ്രൂപ്പുണ്ട്, ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കും. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഷോ. ജിൻസിക്ക് 3.5 മാർക്ക്. അതോടുകൂടി നമ്മുടേതായിട്ടുള്ള ടെസ്റ്റ് മണി റൗണ്ട് അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാത്തിലും പ്രാവീണ്യം ഉണ്ടാവുകയില്ല. അപ്പോൾ വേദപുസ്തകം സ്ഥിരമായിട്ട് വായിക്കുന്നവരുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കണം. വേദപുസ്തക വായനയിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഗെറ്റ് ദ ബൈബിൾസ് പ്ലീസ്. 80 വയസ്സുകാർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ആധുനിക മലയാള പരിഭാഷ ബൈബിളിലെ മൂല്യം. ഓൾ റൈറ്റ്, ബൈബിളിലാണല്ലോ. ഷാൽ വി ബിഗിൻ? ഗുഡ് 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 ഗുഡ്. ഓൾ റൈറ്റ്, ഓക്കെ. ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ ആരാണത് കിട്ടുക ഉടനെ കയറി വായിച്ചേക്കണം. ഇപ്പോൾ 20-ാം സങ്കീർത്തനം 1-ാം വാക്യം യഹോവയുടെ ഇടനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ യു ഗെറ്റ് ദ പ്രൈസ്. തെറ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ 2 മാർക്കേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ്റെ വാല്യൂ 2 മാർക്കാണ്. തെറ്റായിട്ട് വായിച്ചാൽ 1 മാർക്ക് നഷ്ടപ്പെടും. പിന്നെ ഒരിക്കൽ കൂടെ തെറ്റ് വന്നാൽ ആ 1 മാർക്ക് കൂടെ പോകും. അതുകൊണ്ട് ഒരു പ്രാവശ്യം തെറ്റ് പറഞ്ഞാൽ അങ്ങ് നിർത്തിയേക്കണം, തെറ്റാന്ന് പറഞ്ഞാൽ. ഓൾ റൈറ്റ്, റെഡി? യെസ്, ഹാൻഡ്സ് ഓൺ യുവർ ബൈബിൾസ്. ഹഗ്ഗായി പ്രവചനം 1:4. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർക്കുവാൻ സമയമായോ? Exactly the same. 2 marks for Dr. Jinsi. Now we go to the second reading. രണ്ടാമത്തത്. Close your Bibles. അടച്ചേരെ. All right. വെളിപാട് പുസ്തകം 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. Exactly the same. So Mr. George V.V. gets 2 marks. Shall we go to the third reading? Good. സദൃശവാക്യങ്ങൾ 8:17. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. Very good. So she gets 2 marks for that. And now the last reading. വിലാപങ്ങൾ 3:31. യഹോവ എന്നേക്കും തള്ളിക്കളയുകയില്ല. യഹോവ എന്നേക്കും തള്ളിക്കളയുകയില്ല. അത് നമ്മുടെ പ്രത്യാശ. പ്ലേറ്റ് ജിൻസി ഗെറ്റ്സ് 2 marks. 2 മാർക്ക് കിട്ടി. ഓൾ റൈറ്റ്, ശരിയാണോ വായിച്ചത്? വെരി ഗുഡ്. പ്ലേറ്റ് ജിൻസി. സോ ദാറ്റ് ബ്രിങ്സ് us to the close of this episode. And marks note ചെയ്തല്ലോ. Yes. Mr. Louis, will you please come and confirm the marks and the judge will announce. So Mr. Raji will announce the winners. First prize ഉണ്ട്. അത് കഴിഞ്ഞ് 3 പേർക്ക് കോൺസലേഷൻ പ്രൈസസ് ഉണ്ടാവും. Yeah. First prize goes to Jitu Jayan. First prize goes to Jitu Jain. It's okay, don't tell the marks. Second prize? Jinsi JV. Yeah. That's good. ബാക്കി 3 പേർക്ക് കോൺസലേഷൻ പ്രൈസാണ്.
ജിതു ജയനാണ് ഫസ്റ്റ് പ്രൈസ് ഉള്ളത്. ഓക്കെ, സോ വിൽ ഗെറ്റ് ദ പ്രൈസസ് റൈറ്റ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.